രാഹുൽ ഗാന്ധി നടത്തിയിരുന്ന വോട്ട് അധികാര യാത്രയുണ്ടല്ലോ, യഥാർത്ഥത്തിൽ അത് വോട്ട് ചോർത്താനേ ഉപകരിച്ചുള്ളൂ. രാഹുൽ ഗാന്ധി ഇനിയെങ്കിലും രാഹുൽ ഗാന്ധിക്ക് നല്ല ബുദ്ധി തോന്നണമേ എന്നാണ് പാവം കോൺഗ്രസ്സുകാരുടെയൊക്കെ പ്രാർത്ഥന കേട്ടോ. അപ്പൊ വോട്ട് ചോർന്ന യാത്ര മഹാസഖ്യത്തിന്റെ കനത്ത പതനത്തിലേക്ക് നയിച്ച കാരണങ്ങൾ മാതൃഭൂമി കണ്ടെത്തുന്നത്: ഒന്ന്, ജംഗിൾ രാജ് ഓർമ്മ. 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പത്തെ RJD ഭരണകാലത്തെ ജംഗിൾ രാജ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള NDA പ്രചാരണം തിരിച്ചടിയായി. മറ്റൊന്ന്, ദുർബലമായ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ദുർബലമായത് പ്രചാരണത്തെ ഉൾപ്പെടെ ബാധിച്ചു. മറ്റൊന്ന്, സൗഹൃദ മത്സരമാണ്. ഏറ്റവും പ്രധാനം അതായിരുന്നു കേട്ടോ, സൗഹൃദ മത്സരം. അതായത് 70 സീറ്റ് വേണമെന്നായിരുന്നു കോൺഗ്രസ് ആവശ്യപ്പെട്ടത്. എന്നാൽ സഖ്യം അനുവദിച്ചത് 54 സീറ്റ്. 6 സീറ്റിൽ കോൺഗ്രസ് RJD സ്ഥാനാർത്ഥികൾക്കെതിരെ സൗഹൃദ മത്സരം എന്ന പേരിൽ പോരിനിറങ്ങി. ഇത് സഖ്യത്തിൽ ചെറുതായെങ്കിലും വിള്ളലുണ്ടാക്കി, ചെറുതായിട്ടൊന്നല്ല വലുതായിട്ട് തന്നെ വിള്ളലുണ്ടാക്കി എന്ന് പറഞ്ഞാൽ യോജിച്ചു നിൽക്കേണ്ട പാർട്ടികൾ പരസ്പരം മത്സരിക്കുന്ന കാഴ്ചയാണ്. യഥാർത്ഥത്തിൽ 11 മണ്ഡലങ്ങളിൽ RJDയും കോൺഗ്രസും ഒരുമിച്ച് നിൽക്കേണ്ടതിന് പകരം RJDക്കെതിരെ കോൺഗ്രസ് മത്സരിക്കുകയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കെതിരെ പോലും കോൺഗ്രസ് മത്സരിക്കുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടായി. എന്ന് പറഞ്ഞാൽ കൂട്ടായിട്ട് BJPയെ എതിർക്കുക എന്ന് പറഞ്ഞ ഒരു നയപരിപാടി ഉപേക്ഷിച്ച് അവർ പരസ്പരം പോരടിക്കാൻ തുടങ്ങുന്നുണ്ട്. ഇപ്പൊ ഇന്നലത്തെ ഈ TV ചർച്ച കണ്ടവർക്കൊക്കെ അറിയാം, കോൺഗ്രസ് നേതാക്കൾ മുഴുവൻ വന്നിരുന്നു പറയുന്നത്, അത് 65 ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി വേറൊരു 25 ലക്ഷം പേരെ കൂട്ടിച്ചേർത്തു. മുഴുവനും ഇലക്ഷൻ കമ്മീഷനാണ് കളിച്ചത്. സംഘടനാ തലത്തിൽ, താഴെ തട്ടിൽ സംഘടനാ തലം കോൺഗ്രസിന് ദുർബലമല്ല, ഇല്ല. കോൺഗ്രസിന് അവിടെ പ്രവർത്തിക്കാൻ ആളുകളില്ല. പരസ്പരം പോരടിക്കുകയാണ്. ഒരു സഖ്യത്തിൻ്റെതായ യാതൊരു തരത്തിലുള്ള ഒത്തൊരുമയും ഉണ്ടായില്ല. ഇങ്ങനെ 100,000 കാരണങ്ങളാണ് കോൺഗ്രസിന്റെ പതനത്തിന് ഇടവരുത്തിയത് എന്നുള്ളത് യാഥാർത്ഥ്യമായി എല്ലാവരുടെയും മുന്നിൽ നിൽക്കുമ്പോഴാണ് ഒരു ഉളുപ്പും മാനവും ഇല്ലാതെ കോൺഗ്രസ്സുകാർ വീണ്ടും പറയുന്നത്, അത് രാഹുൽ ഗാന്ധി പറഞ്ഞ് പൊട്ടിപ്പോയ കാര്യങ്ങൾ, ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേട്, 65 ലക്ഷം വരെ വെട്ടി നീക്കി, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 65 ലക്ഷം വരെ വെട്ടി നീക്കിയെന്നേ. ആ വെട്ടി നീക്കിയത് കള്ളവോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്, ഈ ഇരട്ട വോട്ടുകളുള്ള ആൾക്കാരാണ്, മരിച്ചുപോയ ആൾക്കാരാണ്, ഈ അവിടെ ഇല്ലാത്ത ആൾക്കാരാണ്, നുഴഞ്ഞു കയറി വന്ന ആൾക്കാരാണ്. അവരൊക്കെ ഒഴിവാക്കി. രാഹുൽ ഗാന്ധി പറയുന്നു അവരൊക്കെ വേണമെന്നാ പറയുന്നത്. മരിച്ചുപോയ ആൾക്കാർ വേണം, എന്നാലല്ലേ ഞങ്ങൾക്ക് കള്ളവോട്ട് നടത്താൻ പറ്റുള്ളൂ. ഇരട്ട വോട്ടുള്ള വേണം, എന്നാലേ ഞങ്ങൾക്ക് കള്ളവോട്ട് നടത്താൻ പറ്റുള്ളൂ. നുഴഞ്ഞു കയറി വന്ന ആൾക്കാർ വേണം, എന്നാലേ ഞങ്ങൾക്ക് അവരുടെ വോട്ട് കൂടി കിട്ടുകയുള്ളൂ എന്ന് പറയുകയാണ് രാഹുൽ ഗാന്ധി. എന്നിട്ട് പറയുന്നത് വോട്ടർ പട്ടിക ആകെ പ്രശ്നമാണ്. വോട്ടർ പട്ടികയിലെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ്, അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സമഗ്ര വോട്ടർ പട്ടിക പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് SIR. ആ SIR വളരെ കൃത്യമായി ബീഹാറിൽ നടപ്പിലാക്കി. അവിടെ ഒരാൾ പോലും പരാതിയായി വന്നില്ല എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ. ഇവര് പറയുന്നുണ്ടല്ലോ 65,000 പേരെ ഒഴിവാക്കിയെന്ന്. 65,000 പേരെ ഒഴിവാക്കിയതിൽ ഒരാൾ പോലും ഞങ്ങളെ ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ട് ഇലക്ഷൻ കമ്മീഷൻ സമീപിച്ചില്ല. എന്താ അതിന്റെ അർത്ഥം? ഒഴിവാക്കിയത് മുഴുവനും മരിച്ചുപോയ ആൾക്കാരാണ്, അവിടെ ഇല്ലാത്ത ആൾക്കാരാണ്, നുഴഞ്ഞു കയറി വന്ന ആൾക്കാരാണ്. അവരാരും ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കില്ലല്ലോ ഞങ്ങൾക്ക് വോട്ട് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അവിടെ ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ് നടപ്പാക്കിയത്. ശുദ്ധീകരണ പ്രക്രിയ നടപ്പാക്കിയപ്പോൾ കോൺഗ്രസിന് കൊണ്ടു. അത് തന്നെ ഇത്രയും കാലം കോൺഗ്രസ്സുകാര് അത്യാവശ്യം വോട്ട് പിടിച്ചത് ഇമ്മാതിരി തോന്നിവാസം, ഇമ്മാതിരി കള്ളത്തരങ്ങള്, ഇമ്മാതിരി ഇരട്ട വോട്ടും മരിച്ചുപോയവരുടെ വോട്ടൊക്കെ ചെയ്തിട്ടാണ് കോൺഗ്രസ്സുകാർ അവിടെ അധികാരം നിലനിർത്തിയ അല്ലെങ്കിൽ ഭരണത്തിൽ വന്നത്. അതൊക്കെ പോയി. എന്നിട്ട് രാഹുൽ ഗാന്ധി വന്നിട്ട് ബോംബ് ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കാൻ പോവുകയാണ്. എന്തൊക്കെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മാതൃഭൂമിയുടെ പ്രധാന തലക്കെട്ട് നിതിഹാസം എന്നാണ്. ഇതിഹാസത്തിന് പകരം നിതീഷിന്റെ ഒരു വിജയം എന്നുള്ള രീതിയിൽ നിതീഷ് ഇതിഹാസം രചിച്ചിരിക്കുകയാണ്. ബീഹാറിൽ NDAയുടെ തേരോട്ടം. BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയാകും. അങ്ങനെ 3 ഡക്കുകളാണ് ആ ഹെഡിങ്ങിലുള്ളത്. നരേന്ദ്രമോദി കൈവീശുന്ന ഈ ഷാളൊക്കെ ഇങ്ങനെ ചുറ്റിയിട്ട് ഇന്നലെ BJP ആസ്ഥാനത്ത് നരേന്ദ്രമോദി ഒരു പ്രസംഗം നടത്തിയിരുന്നു. അതിന്റെ ഒരു വിജയ ആഘോഷത്തിന്റെ ഭാഗമായി നരേന്ദ്രമോദി എത്തുന്ന ആ പടമാണ് ഇവിടെ കൊടുത്തത്. പ്രവീൺ കൃഷ്ണന്റെ റിപ്പോർട്ടാണ് കേട്ടോ. ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് തൂത്തുവാരി BJP JDU നേതൃത്വത്തിലുള്ള NDA 243 അംഗ നിയമസഭയിൽ 202 സീറ്റ് നേടി സഖ്യം വൻ വിജയം നേടി. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 122 സീറ്റുകൾ മാത്രമാണ്. അവിടെയാണ് 202 സീറ്റുകൾ നേടിയത്. 5ാമത് NDA സർക്കാരാണ് ബീഹാറിൽ അധികാരമേൽക്കുന്നത്. JDU നേതാവായ നിതീഷ് കുമാർ തന്നെയായിരിക്കും മുഖ്യമന്ത്രി. RJDയും കോൺഗ്രസും ഇടതു പാർട്ടികളും അടങ്ങുന്ന മഹാസഖ്യം തകർന്നടിഞ്ഞു. എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ മറികടന്നുള്ള വിജയമാണ് NDA നേടിയത്. നിതീഷ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഈ മാസം 18-ന് നടന്നേക്കും. BJPക്ക് 2 ഉപമുഖ്യമന്ത്രിമാരുണ്ടാവുമെന്നാണ് സൂചന.
മഹാസഖ്യം 34 സീറ്റുകളിൽ ഒതുങ്ങി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 75 സീറ്റ് നേടിയിരുന്ന RJD 25 സീറ്റിലേക്ക് ചുരുങ്ങി. കോൺഗ്രസിനും ഇത്തവണ വലിയ തിരിച്ചടി നേരിട്ടു. 61 സീറ്റിൽ മത്സരിച്ചുവെങ്കിലും വെറും 6 സീറ്റിൽ ഒതുങ്ങി. കഴിഞ്ഞ തവണ 19 സീറ്റ് കിട്ടിയിരുന്നു. മത്സരിച്ച 101 സീറ്റിൽ 89 നേടിയാണ് BJP വലിയ ഒറ്റക്കക്ഷിയായി തീർന്നത്. അങ്ങനെ പോകുന്നു ഈ റിപ്പോർട്ടുകൾ. മഹാസഖ്യത്തിലാകട്ടെ ആകെ 34, അതിൽ RJDക്ക് 25, കോൺഗ്രസിന് വെറും 6. എന്നിട്ട് മഹാസഖ്യത്തിന് വൻ പതനം, 2 അക്കം തികയ്ക്കാതെ കോൺഗ്രസ് എന്നുള്ളൊരു വാർത്ത കൂടിയുണ്ട്. പിന്നീട് അത് സംബന്ധിച്ച് വോട്ട് അധികാരയാത്ര, അതായത് NDAയുടെ വൻ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് മാതൃഭൂമി പറയുന്നത്. ഒന്ന്, നാരീശക്തി. നിലവിലെ നിതീഷ് സർക്കാരിന് സ്ത്രീകൾക്കിടയിലുള്ള സ്വാധീനമാണ്. 10,000-ൽ ഉറപ്പിച്ചു എന്ന് അടുത്ത ഒരു സബ് ഹെഡിംഗ് ആണ്. അതിങ്ങനെയാണ് പറയുന്നത്. മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന വൻ നേട്ടമായി. 10,000 രൂപ വീതം 1.25 കോടി സ്ത്രീകളുടെ അക്കൗണ്ടിൽ എത്തിയതും വിധവാ പെൻഷൻ കൂട്ടിയതും ഭരണ തുടർച്ചയ്ക്ക് ഇടയാക്കി. വാഗ്ദാന മഴ, വൈദ്യുതി, വെള്ളം, വികസനം എന്ന പ്രചരണ മുദ്രാവാക്യം കുറിച്ചുകൊണ്ടു. പിന്നെ ചിരാഗിന്റെ കരുത്ത്. ചിരാഗ് പാസ്വാന്റെ പാർട്ടിയിലൂടെ ലഭിച്ച ദളിത് വോട്ടുകൾ. 1 സീറ്റ് ഉണ്ടായിരുന്ന ചിരാഗിന്റെ പാർട്ടി ഇത്തവണ 19 സീറ്റുകളാണ് നേടിയത്. അപ്പൊ ഇത്രയൊക്കെയാണ് ഒരു NDA ഒരു മുൻതൂക്കമല്ല, ഈ ഗംഭീര വിജയത്തിനുള്ള വഴിയൊരുക്കിയത് എന്നാണ് പറയുന്നത്.